السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിനെ സദാ സൂക്ഷിച്ചും പരമാവധി അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചും തഖ്വ നിലനിർത്തി മുത്തഖികളായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യും. അല്ലാഹു മരണം വരെ തഖ്വ പരിപാലിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാൻ, തഖ്വയോടുകൂടെ മുത്തഖികളായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ, മുത്തഖികൾക്ക് മാത്രമായി അല്ലാഹു ഒരുക്കി വെച്ച അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഇണകളോടൊപ്പം, നമ്മുടെ മക്കളോടൊപ്പം ഇതുപോലെ ഒരുമിച്ച് ചേരാൻ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിന്റെ വർത്തമാന കാലത്ത് ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ്, അഥവാ നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച്, വിശിഷ്യ കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച്. കാരണം ബന്ധങ്ങൾ മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത, അതുമല്ലെങ്കിൽ ബന്ധങ്ങളെയൊക്കെ ഒരു ബന്ധനങ്ങളായി കാണുന്ന
ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളുമായി, അതല്ലെങ്കിൽ മക്കളുമായി, അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, അതല്ലെങ്കിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ, ജ്യേഷ്ഠനും അനിയനും തമ്മിൽ, അയൽപക്കവും തമ്മിൽ, ഇങ്ങനെ ഈ ലോകത്ത് ബന്ധങ്ങളായി എന്തെല്ലാമുണ്ടോ അത്തരം ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ വരുന്ന, അല്ലെങ്കിൽ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വേള ബന്ധങ്ങളുടെ ഊഷ്മതകളെ കുറിച്ച് ഉള്ള വാർത്തകളെക്കാൾ കൂടുതൽ അറ്റുപോകുന്ന ബന്ധങ്ങളെ കുറിച്ചുള്ള വാർത്തകളാണ് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യത്തോടുകൂടെ അതീവ ഗൗരവകരമായി പഠിപ്പിക്കപ്പെട്ട ഒന്നാണ് അവന്റെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ വചനമാണ്. പലപ്പോഴും ഈ ആയത്ത് ഒരുപാട് തവണ ആവർത്തിച്ചു കേട്ടതുകൊണ്ട് മഹാഭൂരിപക്ഷം ആളുകൾക്കും മനഃപ്പാഠമുള്ള ഒരു വചനമാണ്. ആ വചനത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാര്യം, ബന്ധങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല എന്നാണ്. ബന്ധങ്ങൾ കേവലം മനുഷ്യർ തമ്മിൽ മാത്രമുള്ള, അവിടെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. പകരം പടപ്പുകളിൽ നിന്ന് അത് പടച്ചവനിലേക്ക് നിയന്ത്രണാധികാരമുള്ള, അള്ളാഹുവിന്റെ പരിശോധനയുള്ള, നിരീക്ഷണമുള്ള ഗൗരവകരമായ ഒരു കാര്യമാണ് എന്ന് സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോ പലപ്പോഴായി ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്ക് റഹീം എന്ന വാക്കാണ്. അറബിയിൽ റഹീം എന്ന, അല്ലെങ്കിൽ റഹാം എന്ന വാക്കൊക്കെയാണ് പലപ്പോഴും കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കപ്പെടാറുള്ളത്. റഹീം അല്ലെങ്കിൽ റഹാം എന്നൊക്കെ പറഞ്ഞാൽ ഗർഭപാത്രം എന്നാണ് അർത്ഥം. ഗർഭപാത്രത്തെ കുറിക്കാനാണ്, അതിനെ സൂചിപ്പിക്കുന്ന വാചകമാണ് അറബിയിൽ റഹീം അല്ലെങ്കിൽ റഹാം എന്ന് പറയുന്നത്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, കുടുംബബന്ധം എന്ന് പറയുന്നത് അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്, ബന്ധങ്ങൾ, വിശേഷ കുടുംബ ബന്ധങ്ങൾ, അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കൾ, അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ, അതേപോലെ തന്നെ ജ്യേഷ്ഠാനിയന്മാർ, ഇങ്ങനെ തുടങ്ങിയ ബന്ധങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഇനങ്ങൾ അവയുടെ പ്രാധാന്യവും പ്രത്യേകതയും അനുസരിച്ചുകൊണ്ട് നിലനിർത്തേണ്ട കാര്യങ്ങൾ. ആ ബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിക്കാൻ റസൂൽ പറഞ്ഞ വാചകം അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്. ഈ ബന്ധങ്ങൾ എന്ന് പറയുന്ന ദുനിയാവിലെ സംവിധാനം അല്ലാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അർശുമായി ബന്ധിക്കപ്പെട്ടതാണ് എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, പടപ്പുകളിൽ മാത്രം അവസാനിക്കുന്ന ഒന്നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ബന്ധങ്ങൾ പടപ്പുകൾ തമ്മിൽ ഉണ്ടാവേണ്ടത്, പടപ്പുകൾ തമ്മിൽ നിലനിൽക്കുന്ന ബന്ധം അത് പടപ്പുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, പകരം പടച്ചവനിലേക്ക് എത്തുന്ന ഒന്നാണ് എന്ന് ആദ്യം അടിസ്ഥാനപരമായി ഞാനും നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കുക. മാത്രമല്ല റസൂൽ പറയാൻ, ആ ബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്, മൻ വസലനി വസലഹുല്ലാഹ്, ആര് എന്നെ ചേർക്കുന്നുവോ, അഥവാ ആര് കുടുംബ ബന്ധങ്ങൾ പഠിപ്പിക്കപ്പെട്ട, കൽപ്പിക്കപ്പെട്ട, അനുശാസിക്കപ്പെട്ട ഏതെല്ലാം ബന്ധങ്ങളെ ആര് പരിപാലിച്ചുകൊണ്ട് അതിൽ വിച്ഛേദിക്കപ്പെടാതെ, വിള്ളലുകൾ വരാതെ, ബന്ധങ്ങൾ അറ്റുപോകാതെ ബന്ധങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ചേർത്ത് മുന്നോട്ട് പോകുന്നവർ,
വസലഹുല്ലാഹ്, അവരുമായുള്ള ബന്ധം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചേർക്കുമെന്നാണ്. കുടുംബബന്ധം ചേർക്കുന്നവനോട് അല്ലാഹു ബന്ധം ചേർക്കും. മാത്രമല്ല വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, ആര് ഞാനുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നുവോ, അഥവാ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ ഇനി ആവർത്തിക്കുന്നില്ല, ഏതെല്ലാം ബന്ധങ്ങൾ ചേർക്കാനായി ഒരു മനുഷ്യനോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ ബന്ധങ്ങൾ ഓരോന്നും വിച്ഛേദിച്ചു കഴിഞ്ഞാൽ അവനുമായുള്ള ബന്ധം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിച്ഛേദിക്കുമെന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞുനാൾ മുതൽ മദ്രസയിലെ ബാലപാഠങ്ങൾ പഠിച്ചു വരുമ്പോൾ തന്നെ ഓരോ കുട്ടിയും മനഃപ്പാഠമാക്കുന്ന പ്രവാചകന്റെ വചനമുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താ? കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല എന്നാണ്. കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം. നോക്കൂ നിങ്ങൾ, ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൊക്കൽ കൊടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ സ്ഥാനത്തെ കുറിക്കുന്ന പേരാണ് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കപ്പെട്ട വാചകം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക തന്നെയില്ല. പ്രവേശിക്കൂല എന്ന് മാത്രമല്ല, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ഖാതിഉ റഹിം, കുടുംബബന്ധം മുറിച്ചവൻ. സ്വഹീഹ് മുസ്ലിമിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. ഏത് കിതാബിലാണെന്നറിയോ? അൽ ബിർറു വസ്സില വൽ ആദാബ് എന്നാണ്. ബന്ധങ്ങൾ ചേർക്കുന്നതുമായി കടമകളും ബാധ്യതകളും മര്യാദകളെ കുറിച്ചും പറയുന്ന, പുണ്യങ്ങളെ കുറിച്ച് പറയുന്നത് മാത്രമല്ല, ഏതു ബാബിൽ? സിലത്തുർ റഹീം വ തഹ്രീമു ഖതിഅതിഹാ, ബന്ധങ്ങൾ ചേർക്കണം, അത് മുറിക്കുന്നത് ഹറാമാണ് എന്ന് പറയുന്ന ബാബിലാണ് ബന്ധങ്ങൾ മുറിക്കുന്നവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം വന്നത്. ഞാനിത് പറഞ്ഞത് ബന്ധങ്ങൾ എന്ന് പറയുന്ന നിസ്സാരമായ ഒരു കാര്യമായി ഒരിക്കലും നമ്മൾ ഗണിക്കരുത്. എന്തിന്റെ പേരിലാണെങ്കിലും ശരി. പലപ്പോഴും നമ്മുടെ ആദർശ രംഗത്ത്, വിശ്വാസ രംഗത്ത്, ആചാര രംഗത്തൊക്കെ ഭയങ്കര കണിശതയാണ്. വേണം വേണ്ടെന്നല്ല, അങ്ങനെ നമ്മുടെ ആചാര അനുഷ്ഠാന വിശ്വാസ കാര്യങ്ങളിൽ നമ്മോട് പഠിപ്പിക്കപ്പെട്ട ആ കണിശത നിലനിർത്തുമ്പോൾ തന്നെ നമുക്കിടയിലുള്ള മനുഷ്യരുമായി എങ്ങനെ സഹജീവിക്കണമെന്ന് നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പഠിപ്പിക്കപ്പെട്ടിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, പരിപാലിക്കേണ്ട ഗൗരവകരമായ ഒരു വിഷയമാണ് നമ്മുടെ ബന്ധങ്ങളെ ചേർത്തു നിർത്താൻ. നമ്മുടെ വാക്കുകൊണ്ടോ, നോക്കുകൊണ്ടോ, ഇടപാടുകൾ കൊണ്ടോ, പെരുമാറ്റങ്ങൾ കൊണ്ടോ ഒരിക്കലും ഒരു ബന്ധങ്ങളും മുറിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രാധാന്യത്തോടെ അതീവ ഗൗരവകരമായി ആ കാര്യം ശ്രദ്ധിക്കണമെന്നത്. ഞാൻ പറഞ്ഞു സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ വചനം. അവിടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ബന്ധങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വചനമാണ്. തഖ്വ കൊണ്ടുള്ള വസിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളിൽ പലപ്പോഴായി പാരായണം ചെയ്യപ്പെടുന്ന വചനമാണ്. സൂറത്തുൻ നിസാ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ, രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആ റബ്ബ് ആരാണെന്ന് പരിചയപ്പെടുത്താൻ, അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് ആ റബ്ബ്. ഒറ്റ നഫ്സിൽ നിന്നാണ് മനുഷ്യരെ, നിങ്ങളെ മുഴുവൻ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതാരാ? ഒറ്റ നഫ്സ്. മനുഷ്യ വിഭാഗമെന്ന ഈ മനുഷ്യവർഗമെന്ന എല്ലാ മനുഷ്യരുടെയും തുടക്കക്കാരൻ, അമരക്കാരൻ, ആദ്യ മനുഷ്യൻ, ആദ്യത്തെ നഫ്സ് ഏതാ? ആദം അലൈഹിസ്സലാം.
പിന്നെയോ വഖലഖ മിൻഹാ സൗജഹാ, എന്നിട്ട് ആ നഫ്സിൽ നിന്ന് തന്നെ ആ മനുഷ്യനെ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ ആവശ്യമായ ഇണയെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്നാണ്. ആദം അലൈഹിസ്സലാമയെ പടച്ചിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ടാമതായി പടക്കുന്നത് ഹവ്വ ബീവിയാണ്. എന്തുകൊണ്ടാണ്? ആദം എന്ന നമ്മുടെ ഉപ്പക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഉമ്മയുടെ, ഒരു സ്ത്രീയുടെ സാന്നിധ്യം ആവശ്യമാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ബന്ധങ്ങളില്ലാതെ, അത് മാതാപിതാക്കളാകട്ടെ, ഇണകളാകട്ടെ, മക്കളാകട്ടെ, ജ്യേഷ്ഠാനിയന്മാരാകട്ടെ, അയൽപക്കങ്ങളാകട്ടെ, ഇതൊന്നുമില്ലാതെ ഒരു സന്യാസിയായി ഒരു വനജീവിതം സാധിക്കുന്നവനല്ല മനുഷ്യൻ. മറിച്ച് സമൂഹമായി, മനുഷ്യരുമായി ഇടപെട്ട് കൊണ്ടും കൊടുത്തും സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും കാരുണ്യം കാണിച്ചും പരസ്പരം ജീവിക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് മനുഷ്യനെ അള്ളാഹു പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ സൂറത്തുൽ നിസാഇന്റെ തുടക്കത്തിൽ ബന്ധങ്ങൾ ഈ ലോകത്ത് ആരംഭിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു പറയാണ്. ലോകത്ത് ബന്ധങ്ങൾ വന്നതിനെ പറ്റി അല്ലാഹു പറയാണ്. ബന്ധങ്ങളുടെ ആണി മനുഷ്യരെ നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണം. ഏത് റബ്ബ്? അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അവൻ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന്, ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് ആ റബ്ബ് നിങ്ങളെ പടച്ചത്. ആരാ? നമ്മുടെ വാപ്പ. എല്ലാവരുടെയും കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാം ആദമിൽ നിന്നുള്ളവരാണ്. വആദം മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്. അങ്ങനെ ആദം അലൈഹിസ്സലാമെ ആദ്യമായി പടച്ചു. ആദം എന്ന ഉപ്പക്ക്, ആണിന് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഹവ്വ എന്ന സ്ത്രീയുടെ, ഇണയുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന് മനസ്സിലായപ്പോ ആദമിൽ നിന്ന് തന്നെ അള്ളാഹു അവയുടെ ഇണയെ അഥവാ ഹവ്വയെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് മനുഷ്യന്മാര് കല്യാണം കഴിക്കുമ്പോ മനുഷ്യന്മാരായ സ്ത്രീകളെ തന്നെ കല്യാണം കഴിക്കുന്നത്. വഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായി കൊണ്ട് സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മനുഷ്യ കല്യാണം കഴിക്കുന്നത് മനുഷ്യരെ തന്നെ, അഥവാ മനുഷ്യരിൽപ്പെട്ട പുരുഷന്മാർ സ്ത്രീകളിൽപ്പെട്ട വിഭാഗത്തെ, സ്ത്രീ വിഭാഗത്തെ, സ്ത്രീജനങ്ങളെ പുരുഷന്മാർ ഇണകളായി സ്വീകരിക്കുന്നു. എന്തിന്? പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇണയായി ജീവിക്കാൻ സ്ത്രീ എന്ന വിഭാഗമാണ് ഏറ്റവും അധികം ചേർന്നുകൊണ്ട്, ശരീരം കൊണ്ട്, ഘടന കൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരത്തിന്റെ ജീവിതമായ എല്ലാ തരത്തിലും ഒരു പുരുഷന് ഇണയായി ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്ത്രീയെ സംവിധാനിച്ചു. അതുകൊണ്ട് നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മയായ ഹവ്വ ബീവിയെ ഇണയായി അല്ലാഹു സൃഷ്ടിച്ചു നൽകി. എന്നിട്ട് അല്ലാഹു പറയാണ് വഖലഖ മിൻഹാ സൗജഹാ വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, ആ ഉമ്മയിൽ നിന്നും, ആ വാപ്പയിൽ നിന്നുമായി, ആ ആദമിൽ നിന്നും, ആ ഹവ്വയിൽ നിന്നുമായി വബത്ത മിൻഹുമാ, അവരിൽ നിന്ന് അല്ലാഹു വ്യാപിപ്പിച്ചു എന്നാണ്. റിജാലൻ കസീറൻ വനിസാ, ധാരാളം സ്ത്രീ പുരുഷന്മാരെ. ഒപ്പു നിങ്ങൾ ആ ആദമിൽ നിന്ന്, ആ ഹവ്വയിൽ നിന്ന്, അവരിൽ നിന്നാണ് പിന്നീട് ലോകത്ത് ആണും പെണ്ണുമായി ഒരുപാട് മക്കൾ പെരുകി ഈ ലോകത്ത് കാണുന്ന മുഴുവൻ മനുഷ്യ മക്കളും ആ ഉമ്മയിൽ നിന്നും, ആ വാപ്പയിൽ നിന്നുമായി വ്യാപിക്കപ്പെട്ടതാണ്, അവരിൽ നിന്നും ഉണ്ടാകപ്പെട്ടതാണ്. ഇത്രയും പറഞ്ഞല്ലോ, ബന്ധങ്ങളുടെ തുടക്കം പറഞ്ഞല്ലോ, ആദ്യം മനുഷ്യൻ ആരെന്ന് പറഞ്ഞല്ലോ, അവിടുന്ന് പിന്നീട് സൃഷ്ടിക്കപ്പെട്ടത് ആരെന്ന് പറഞ്ഞല്ലോ. അവരിൽ നിന്നായി ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ മനുഷ്യ മക്കളുടെ സൃഷ്ടിപ്പിന്റെ ചരിത്രവും പറഞ്ഞില്ലേ. അല്ലാഹു പറഞ്ഞതറിയോ? വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, ഏതൊരു അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കണേ. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, ഏതൊരു റബ്ബിന്റെ പേരിൽ, അല്ലാഹുവിന്റെ പേരിലാണോ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാം, അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ. അള്ളാഹുവിനെ പേടിക്കണം കേട്ടോ, റബ്ബിനെ ഭയപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിനോട് അത്ഫ് ചെയ്ത് പറഞ്ഞു വൽ അർഹാം,
കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, ജാഗ്രതയുണ്ടാകണം ആ വിഷയത്തിന്റെ കാര്യത്തിൽ. എന്തേ കാരണം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ നിരീക്ഷണമുണ്ട് നിങ്ങളുടെ മേൽ. പണ്ഡിതന്മാര് ഉലമാ രേഖപ്പെടുത്തിയത് കാണാം, അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ് കുടുംബ ബന്ധങ്ങളെന്ന്. പടച്ചോൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ശ്രദ്ധയുള്ള മേൽനോട്ടമുള്ള ഒരു കാര്യമാണ് കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അത്രയും പ്രാധാന്യമുള്ള അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കാം. അല്ലാഹു ഈ ലോകത്തുള്ള സൃഷ്ടികളെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോ നമുക്കറിയാം, ഒരുപാട് പടപ്പുകൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇന്ന് ലോകത്തുണ്ട്. കോടിക്കണക്കിന് കോടാനുകോടി പടപ്പുകൾ. മനുഷ്യര് മാത്രമല്ലല്ലോ ഈ ലോകത്ത് പടപ്പുകളായി സൃഷ്ടികളായി ഉള്ളത്, എത്രയോ സൃഷ്ടികൾ. അങ്ങനെ ആ സൃഷ്ടിപ്പ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആരംഭിക്കുമ്പോ റസൂൽ പറയുന്നതാണ്, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു സൃഷ്ടിപ്പ് ആരംഭിച്ചു എന്നാണ്. പടപ്പുകളെ, അല്ലാഹുവിന്റെ സൃഷ്ടികളെ അല്ലാഹു പടച്ചു. അൽ ഖൽഖ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അവിടുത്തെ പ്രത്യേകമായ പടപ്പ് മനുഷ്യനാണ് എന്നാണ്. അല്ലാഹു ആ സൃഷ്ടിയെ പടച്ചിട്ട് ഹത്താ ഇദാ ഫറഗ മിൻഹും, അതിൽ നിന്ന് അല്ലാഹു വിരമിച്ചപ്പോൾ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ നിന്ന് ആ സൃഷ്ടിപ്പ് അവസാനിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല വിരമിച്ചപ്പോ ഖാമത്തുർ റഹീം, കുടുംബ ബന്ധം എഴുന്നേറ്റു വന്നു എന്നാണ്. കുടുംബ ബന്ധം എഴുന്നേറ്റു വന്നു എന്നാണ്. ഫഖാലത്, എന്നിട്ട് ആ കുടുംബ ബന്ധം പറഞ്ഞുവെന്നാണ്, ഹാദാ മഖാമുൽ ആഇദ്, ഹാദാ മഖാമുൽ ആഇദ് മിനൽ ഖതീഅ, കുടുംബബന്ധം മുറിക്കുന്നവന്റെ സ്ഥാനം അത് ഇവിടെയാണ് എന്നാണ്. കുടുംബബന്ധം മുറിക്കുന്നവന്റെ, ആ ബന്ധങ്ങൾ വിച്ഛേദിച്ചു കളയുന്നവന്റെ സ്ഥാനം ഇവിടെയാണ് എന്നാണ്. ആ സമയത്ത് അതിന് മറുപടി നൽകപ്പെട്ടു എന്നാണ്. നഅം, അതെ, അതെ. മാത്രമല്ല അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ്, അമാ തർദൈന അൻ അസ്ലമൻ വസലഖി, ആ കുടുംബബന്ധം ചേർക്കുന്നവനോട് ഞാനും ബന്ധം ചേർക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നുവോ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കാൻ, കുടുംബബന്ധത്തോട് ചോദിക്കാൻ, കുടുംബബന്ധങ്ങളൊക്കെ ചേർക്കുന്നവരുമായി ഞാൻ ബന്ധം ചേർത്താൽ നിനക്കത് ഇഷ്ടപ്പെടുമോ, നീ തൃപ്തിപ്പെടുമോ? അതേപോലെ തന്നെ നീയുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ചു കളയുന്നവരുമായി ഞാൻ ബന്ധം മുറിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ എന്ന് കുടുംബബന്ധത്തോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചു എന്നാണ്. എപ്പോ? ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള മനുഷ്യരെ അല്ലാഹു പടച്ചപ്പോൾ തന്നെ. ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ മനുഷ്യന്മാരുണ്ടാകണം. ആ മനുഷ്യരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പടക്കുമ്പോ, ആ പടപ്പ് അവസാനിച്ചപ്പോ ഈ കുടുംബ ബന്ധം എഴുന്നേറ്റു നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിച്ച ചോദ്യമാണ്. അതിന് അല്ലാഹുവിന്റെ മറുപടിയാണ്, അതെ, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവരുമായുള്ള ബന്ധങ്ങൾ ഞാൻ വിച്ഛേദിക്കും, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവരുമായുള്ള ബന്ധം ഞാൻ ചേർക്കും. അത് നിനക്ക് തൃപ്തിയായില്ലേ എന്ന് ചോദിച്ചപ്പോ, അതെ, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവരുമായി റബ്ബ് ബന്ധം ചേർക്കുകയും കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവരുമായി റബ്ബ് വിച്ഛേദിക്കുകയും ചെയ്യുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നാണ്. സഹോദരങ്ങളെ, അത് മാത്രമാണോ ജീവിതത്തിൽ നമുക്ക് സാധിക്കുകയിൽ നന്മയായി അമലു സാലിഹായി എന്തെങ്കിലും ഒരു കനം കൂടുതലായി ലഭിക്കുമെങ്കിൽ നാളെ അതിനുള്ള സാധ്യത ലഭിക്കണമെന്ന ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതൊന്നും കാണാൻ കഴിയും.
എല്ലാ തിങ്കളാഴ്ച ദിവസവും അതേപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ച ദിവസവും സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എല്ലാ തിങ്കളാഴ്ചയും അതേപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത, ഒരിക്കലും ശിർക്ക് കലരാതെ സൂക്ഷ്മതയോടെ ജീവിതം നയിക്കുന്ന, തൗഹീദി ജീവിതം നയിക്കുന്ന മുഴുവൻ അടിമകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ്. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത, മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരോ കല്ലുകളോ മരങ്ങളോ മനുഷ്യരോ ബാബമാരോ ബീവിമാരോ തങ്ങന്മാരോ വലിയകളോ അമ്പിയാക്കളോ ഔലിയാക്കളോ അങ്ങനെ ഏത് ജാതി മതഭേദമന്യേ അല്ലാഹുവിന് പുറമെ യാതൊന്നിനെയും തങ്ങളുടെ ജീവിതത്തിന്റെ ആപൽഘട്ടങ്ങളിലോ സന്തോഷഘട്ടങ്ങളിലോ ആവശ്യപൂർത്തീകരണത്തിനോ റബ്ബിന് പുറമെ മറ്റൊരാളെയും നേടാത്ത കറകളഞ്ഞ തൗഹീദിൽ അടിയുറച്ചു ജീവിക്കുന്ന അല്ലാഹുവിന്റെ മുഴുവൻ അടിമകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എപ്പോ? എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും ആ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന നേരത്ത്. ഇത് പറഞ്ഞിട്ട് അതിനോട് കൂടെ ഇസ്തിസ്നാ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്. ഈ പറയാൻ പോകുന്നത് ഇതിന്റെ കൂട്ടത്തിൽ പെടാത്തതല്ല, ഇതിന്റെ കൂട്ടത്തിൽ പെട്ടൊരു കാര്യമാണ്. ഇതിനോട് ചേർത്ത് പറഞ്ഞ കാര്യമാണ്. ഇല്ലാ റജുലൻ, ഒരു മനുഷ്യനൊഴികെ. അപ്പൊ ഏതാ മനുഷ്യൻ? അല്ലാഹുവിൽ ഒരു ശിർക്കും വെക്കാത്ത മനുഷ്യൻ, അല്ലാഹുവിന്റെ ആ തൗഹീദിൽ മായം ചേർക്കാത്ത മനുഷ്യൻ. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹു പുറത്തു കൊടുക്കുന്ന തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോ റബ്ബിൽ ശിർക്ക് വെക്കാത്ത മനുഷ്യർ, ആ മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നു പറഞ്ഞില്ലേ? ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാൾ. ഇല്ലാ റജുലൻ കാനത് ബൈനഹു വ ബൈന അഖീഹി ശഹനാ. എന്താ പ്രശ്നം? ഈ തൗഹീദുള്ളവൻ, ശിർക്ക് വരാതെ ജീവിച്ചവൻ, അവന്റെ പ്രശ്നം കാനത് ബൈനഹു വ ബൈന അഖീഹി ശഹനാ. അവന്റെയും അവന്റെ സഹോദരന്റെയും ഇടയിൽ പിണക്കമുണ്ട്, ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്, അകൽച്ചയുണ്ട്, അസ്വസ്ഥതയുണ്ട്, അസ്വാരസ്യമുണ്ട്. അതാണ് പ്രശ്നം. നോക്കൂ നിങ്ങൾ, അതൊരു വേള ഉമ്മയും ബാപ്പയുമാകാം, അതൊരു വേള ഭാര്യയും ഭർത്താവുമാകാം, അതല്ലെങ്കിൽ ജ്യേഷ്ഠനും അനിയനുമാകാം, അതല്ലെങ്കിൽ ആ ബന്ധത്തിൽ ആരുമാകാം. പ്രശ്നമാണ്, വഴക്കാണ്, വെറുപ്പാണ്, വിദ്വേഷമാണ്, പിണക്കമാണ്. ആ സമയത്ത് അല്ലാഹുവിൽ ശിർക്ക് വെക്കാത്ത ഈ മനുഷ്യന്റെ, ഈ അടിമകളുടെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി എല്ലാ അടിമകളുടെയും പാപങ്ങളിൽ നിന്ന് പുറത്തു കൊടുക്കുകയും അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർന്നു ചെല്ലുമ്പോ ഈ രണ്ട് മനുഷ്യരുടെയും ചെല്ലും സ്വാഭാവികം. ആ സമയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, അൻദിറു ഹാദൈൻ. ആ രണ്ടാളെ മാറ്റി വെക്കും. അത് ഈ കൂട്ടത്തിൽ കൊണ്ടുവരണ്ട. ഈ കൂട്ടത്തിൽ സ്വീകരിക്കപ്പെടുന്ന, ഉയർത്തപ്പെടുന്ന, റബ്ബിലേക്ക് എത്തുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അത് രണ്ടെണ്ണം മാറ്റിവെക്ക്, സൈഡിലേക്ക് വെക്ക്, ഓരോരേക്ക് മാറ്റി നിർത്ത്. വെയിറ്റ് ചെയ്യാനാണ്, കാത്തിരിക്കാനാണ് മലക്കുകളോട് പറയപ്പെടുന്ന കൽപ്പന. അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹാ. അവർ ശരിയാകട്ടെ, അവർ നേരെയാകട്ടെ, അവർ നന്നാകട്ടെ. ഒരു ബന്ധനങ്ങളായ അവസ്ഥയാണ്. കല്യാണത്തിന് വിളിച്ച പോണ്ടേ? പോണം. രോഗിയായി സന്ദർശിക്കട്ടെ? സന്ദർശിക്കണം. കല്യാണല്ലേ? പോയില്ലെങ്കിൽ മോശമല്ലേ? പെരുന്നാളല്ലേ? ചെന്നില്ലെങ്കിൽ ഇടങ്ങറല്ലേ? ഒരു ചേർക്കാൻ വേണ്ടിയുള്ള ചേർക്കലുകളായി ഒരിക്കലും വിളിക്കപ്പെടാതെ, ക്ഷണിക്കപ്പെടാതെ, ചെന്നുകാണലുകളില്ലാത്ത ഒരു അവസ്ഥയായി ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഥാർത്ഥ ബന്ധം ചേർക്കുക എന്ന് വെച്ചാൽ, ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ ലൈസൽ വാസിലു ബിൽ മുകാഫി, ലൈസൽ വാസിലു ബിൽ മുകാഫി, പകരത്തിനു പകരം ചേർക്കലല്ല അള്ളാഹുവും അള്ളാഹു റസൂലും പറഞ്ഞ ബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർക്കണമെന്ന് അള്ളയും റസൂലും പറഞ്ഞ ബന്ധം ചേർക്കലുണ്ടല്ലോ, അത് പകരത്തിന് പകരം ചേർക്കുന്ന പരിപാടിയല്ല. ഇങ്ങനെ എന്റെ മക്കളെ കല്യാണത്തിന് വിളിച്ചപ്പോ വന്നു, അപ്പൊ ഞോന്റെ മക്കളെ കല്യാണത്തിന് വിളിച്ചപ്പോ പോയില്ലെങ്കിൽ മോശമല്ലേ? അങ്ങോട്ട് വന്നു, അപ്പൊ ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ അത് പ്രശ്നമല്ലേ? ശരിയല്ലല്ലോ. ഒരു പകരത്തിന് പകരം, ഒരു ഇങ്ങോട്ടുണ്ട് എന്നാ അങ്ങോട്ട്. അല്ലാഹു റസൂൽ അങ്ങനെ ചോദിക്കുന്നതാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് ആ ബന്ധം അങ്ങോട്ട് ചെന്ന് ചേർക്കലാണ് യഥാർത്ഥ ബന്ധമെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നല്ല ബന്ധം ചേർക്കുന്നുണ്ട്, അങ്ങോട്ട് ചേർക്കുക. എന്നാൽ നമ്മളോടുള്ള ബന്ധം മുറിച്ചവരുമായുള്ള നമ്മുടെ സമീപനം എന്താണ്? നമ്മളുമായിട്ട് ബന്ധം മുറിച്ചു, നമ്മളുമായിട്ട് പിണങ്ങി, അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കലാണ് യഥാർത്ഥ ബന്ധം ചേർക്കലെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാകിന്നൽ വാസിലു الذي اذا قطعت رحمه وصلح. ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അവനല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്, അവനല്ലേ പിണങ്ങിയത്. അവൻ ശരിയാകട്ടെ, അവൻ ഇങ്ങോട്ട് മാപ്പ് പറയട്ടെ, അവൻ എന്റെ അടുക്കൽ വന്നിട്ട് പൊരുത്തപ്പെടട്ടെ, എന്നിട്ട് ഞാൻ പൊരുത്തപ്പെടാം. അല്ലേ നമ്മുടെ സമീപനം? ഒരിക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂല എന്ന് പറഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് വല്ലാത്ത വിഷമായി. കാരണം പടപ്പുകൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പടപ്പുകൾ തന്നെ അത് പൊരുത്തപ്പെടിക്കണമെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പടപ്പ് മറ്റൊരു പടപ്പിനോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചവനോട് പറഞ്ഞതിന് മുമ്പ് ഒരു ശർത്താണ്, ആ പടപ്പിനെ കൊണ്ട് അത് പൊരുത്തപ്പെടിക്കണം. പടപ്പ് തന്നെ അത് ഒത്തുറപ്പായി കൊടുക്കണം. ഖത്താബ് പുറത്തില്ല, അദ്ദേഹത്തിന് വിഷമമായപ്പോ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഓടുകയാണ്. പുറത്തരൂല, മാപ്പാക്കൂല, വിട്ടുവീഴ്ച ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ അതിന്റെ പേടി, അതിന്റെ ബേജാറ് കൊണ്ട്, വിഷമം കൊണ്ട് ഒരാള് പുറത്തു തരൂല, മാപ്പാക്കൂല, പൊരുത്തപ്പെടൂല എന്ന് പറഞ്ഞാൽ പിന്നെ സംഭവിക്കാനിരിക്കുന്നതിന്റെ വരും വരായികളെ കുറിച്ചുള്ള ബേജാറ് കൊണ്ട് ഇറങ്ങി ഓടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക്. പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞ മനസ്സിന്റെ ഉടമയായി ഞാൻ മാറിയല്ലോ എന്ന വിഷമം ഉമർ അബൂബക്കറിനെ തേടി വീട്ടിലേക്ക് ചെന്നു. അവിടെ ഭാര്യയുള്ളൂ. അവർ പറഞ്ഞു, അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്ന വരവ് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബികളുടെ കൂടെ ആദ്യം അതിന്റെ ശരീരത്തിൽ കാണാവുന്ന അദ്ദേഹത്തിന്റെ വസ്ത്രം ഇങ്ങനെ, അതിന്റെ ഒരു തല ഇങ്ങനെ പൊക്കി പിടിച്ചത് അദ്ദേഹം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായി. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാണാൻ കഴിയില്ല എന്നാണ്. അത്രയും സൂക്ഷ്മതയോടെ, വിനയത്തോടെ, എളിമയോടെ, അതീവ ജാഗ്രതയോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ നടക്കുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പതിവ് തെറ്റിച്ച് അങ്ങനെ നടന്നു വരണമെങ്കിൽ അദ്ദേഹത്തെ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ സഹോദരനെ എന്തോ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നടന്നു വരുന്ന വരവ് കണ്ടിട്ട് അല്ലാഹു റസൂൽ കൂടെയുള്ള സ്വഹാബികളോട് പറഞ്ഞ വാക്കാണ്. നേരെ കയറി വന്ന് റസൂലയോട് പറയാൻ, നബിയെ, ഞാനും അബൂബക്കറും തമ്മിൽ, ഞാനും ഉമറും തമ്മിൽ ചെറിയൊരു സംസാരം ഉണ്ടായി. അപ്പത്തെ ദേശത്തിന് ഞാൻ എന്തോന്ന് പറഞ്ഞു.
തെറ്റു മനസ്സിലായപ്പോ ഞാൻ ഉമറിനോട് പറഞ്ഞു, ഉമറേ എനിക്ക് തെറ്റിപ്പോയി, എന്നോട് മാപ്പാക്കാം, പൊറുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. നബിയെ, ഉമറിനോട് പൊറുത്തു തരില്ലെന്ന് പറഞ്ഞു, മാപ്പാക്കില്ലെന്ന് ഒരു പടപ്പിനോട് പറഞ്ഞു പോയതിൽ സംഭവിച്ച ഏറ്റക്കുറച്ചിൽ ആ കേട്ട വ്യക്തി എനിക്ക് പുറത്തുനില്ലെങ്കിലോ എന്ന വേദനയാണ്, വിഷമമാണ്. അല്ലാഹുവിന്റെ റസൂൽ, വഹിയുള്ള റസൂൽ ആശ്വസിപ്പിക്കുകയാണ് അബൂബക്കറിനെ, യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ, യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ. അബൂബക്കറെ, അല്ലാഹു താങ്കൾക്ക് മാപ്പ് നൽകും, അല്ലാഹു താങ്കൾക്ക് മഗ്ഫിറത്ത് നൽകും, അല്ലാഹു താങ്കൾക്ക് പുറത്തുതരും, താങ്കൾ വിഷമിക്കണ്ട എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്റെ അടുത്തിരുത്തി അബൂബക്കറിനെ. കുറച്ചു കഴിഞ്ഞപ്പോ ആ സദസ്സിലേക്ക് അടുത്ത മൂന്നാമത്തെ ആള് കൂടി വന്നു. മാപ്പാക്കണം, മാപ്പാക്കണം റസൂലേ. ആ സമയത്തുള്ള എന്റെ ദേഷ്യത്താൽ ഞാൻ പറഞ്ഞു പോയതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിനോട് ചോദിക്കുന്നുണ്ട്, ഉമറേ, ആദ്യ പാഠങ്ങൾ ഓതി റബ്ബിനെ പ്രവാചകനായി തിരഞ്ഞെടുത്ത് നുബുവത്ത് നൽകി, എനിക്ക് മുഅ്ജിസാകുന്ന ഖുർആൻ നൽകി, എന്റെ ബന്ധുക്കളോട്, എന്റെ നാട്ടുകാരോട്, എന്റെ ജനതയോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കൽപ്പിച്ചപ്പോ നിങ്ങളെ മുഴുവൻ ഞാൻ സഫാഖുലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് ഞാൻ റബ്ബിന്റെ തൗഹീദ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ മുഴുവൻ ആളുകളും എന്നിൽ അവിശ്വസിച്ചു. 40 കൊല്ലം അൽ അമീൻ എന്ന് വിളിച്ച മുഴുവൻ നാവുകളും ആ ഒരു നിമിഷത്തോടുകൂടി വിളിച്ച പേരാണ് കള്ളൻ എന്നാ വിളിച്ചത്. വിശ്വസ്തൻ എന്ന് വിളിച്ച ആളുകൾ അൽ അമീൻ എന്ന് വിളിച്ചവർ കാദിബ്, കദ്ദാബ് എന്നാ വിളിച്ചത്. കള്ളനാണ്, കളവാണ് പറയുന്നത്. മുഴുവൻ ആളുകളും എന്നെ അവിശ്വസിച്ചപ്പോ എന്നെ വിശ്വസിച്ച മനുഷ്യനാണ്, എന്നിൽ ആദ്യമായി വിശ്വസിച്ച മനുഷ്യൻ. എന്റെ ജീവിതത്തിൽ എന്റെ പ്രതീക്ഷകൾ മുഴുവൻ തെറ്റിച്ച് ഏറെ നിരാശനായി ഞാൻ ത്വായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോ എന്റെ റബ്ബ് എന്നെ 7 ആകാശങ്ങൾ കടന്ന്, അതിനു മുമ്പ് മക്കയിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടുന്ന് 7 ആകാശവും കടന്ന് എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് കള്ളനാണ് എന്ന്. ഞങ്ങൾ പറഞ്ഞപ്പോ ഇജ് മാത്രം വിശ്വസിച്ചില്ല. അപ്പൊ എന്തായി? എന്തേ? മുഹമ്മദ് അതാ പറഞ്ഞു നടക്കണ്, ഇന്നലെ രാത്രി മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത്രേ. പോരാനിട്ട് അവിടെ നിന്ന് 7 ആകാശവും കടന്ന് ഇന്നലെ രാത്രി കൊണ്ട് തന്നെ ഇന്ന് രാവിലെ ആയപ്പോഴേക്ക് ഇതാ മസ്ജിദുൽ ഹറമിലേക്ക് തിരിച്ചെത്തി എന്നാ പറയുന്നത്. അബൂബക്കർ ചോദിച്ചു ഖുറൈശികളോട്, അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടോ? അവർ വിചാരിച്ചു എന്നാ അബൂബക്കർ ഇപ്പൊ അവിശ്വസിക്കുന്ന വിചാരിച്ചു. മുഹമ്മദ് അങ്ങനെ പറയുന്നുണ്ടോ? അവർ പറഞ്ഞു, അതെ സത്യമാണ്, പറയുന്നുണ്ട്, പോയോ. അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് സത്യമായിരിക്കുമെന്ന് പോയി കേട്ടിട്ട് നബിയെ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ല, കേട്ടിട്ടല്ല, എന്റെ ഹബീബ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് സത്യമായിരിക്കുമെന്ന് ശത്രുക്കളോട് പോലും. സഹോദര വിശ്വാസികൾ അവർക്കിടയിലുള്ള ബന്ധങ്ങൾ അറ്റുപോകുന്നതിനെ വളരെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണുകയും അത്തരമൊരു പാപത്തിൽ നിന്ന് എത്രയും വേഗം തിരിച്ച് കരകയറാൻ ശ്രമിക്കുകയും ചെയ്ത നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിലെ ഏടുകളെ സംബന്ധിച്ച് പലപ്പോഴായി പലയിടങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും. കാരണം അത്രയും ഗൗരവകരമായിട്ടാണ് ബന്ധങ്ങളുടെ വിഷയത്തിൽ അവർ നോക്കിക്കണ്ടിരുന്നത് എന്നർത്ഥം. നമുക്കറിയാം, മനുഷ്യനാണ് ഓരോരുത്തരും, പച്ചയായ മനുഷ്യർ, വികാരങ്ങളുള്ള, വിചാരങ്ങളുള്ള, ദേഷ്യമുള്ള, സങ്കടങ്ങളുള്ള, പലതരത്തിലുള്ള വ്യക്തിപരമായ
ദൗർബല്യങ്ങളുള്ളവരാണ് മനുഷ്യർ. അത്തരം മനുഷ്യരുമായുള്ള ബന്ധങ്ങളെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അത് സാധിക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ ആദർശവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബന്ധങ്ങളെ പരിപാലിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്. ഏതുവരെ എന്ന് ചോദിച്ചാൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആയുസ് നീട്ടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതേപോലെ തന്നെ തനിക്ക് ശേഷമുള്ള പിൻതലമുറ തനിക്ക് പിൻഗാമികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ ഈ ദുനിയാവിൽ തനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച റിസ്ക് ഉപജീവനം അത് വിശാലമാകണമെന്ന് കൊതിക്കുന്നുവെങ്കിൽ അതേപോലെ തന്നെ താൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ഒരു ചീത്ത മരണത്തിൽ ഒരിക്കലും ആകരുത് എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ കാണാൻ കഴിയും. من أحب أن يوسع الله عليه في رزقه ആരാണോ റബ്ബ് സുബ്ഹാനഹു വ തആല തനിക്കു നൽകപ്പെട്ട റിസ്ക് വിശാലമാകണമെന്ന് ഇഷ്ടപ്പെടുന്നത് ആരാണോ, അതേപോലെ തന്നെ വയൻസഅലഹു ഫീ അഥരിഹി അവന്റെ പിൻതലമുറ തനിക്കു ശേഷം തന്റെ പിൻഗാമികളായി തന്റെ പേരും സൽകീർത്തിയും നിലനിർത്തുന്നവരായി പിൻതലമുറയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതേപോലെ തന്നെ തനിക്ക് ആയുഷ് നീട്ടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതേപോലെ തന്നെ തന്റെ മരണം ഏറ്റവും നല്ല നിലക്കാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ എന്നവർ അവനവന്റെ ബന്ധങ്ങളെയൊക്കെ ചേർക്കട്ടെ എന്ന് അവന്റെ കുടുംബ ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ബന്ധങ്ങളായി പഠിപ്പിക്കപ്പെട്ടത് മുഴുവൻ നിലനിർത്തിക്കൊള്ളട്ടെ എന്നാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്ന് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നേരത്തെ ഞാൻ പറഞ്ഞു ബന്ധങ്ങൾ മുറിക്കുക എന്ന് പറഞ്ഞത് ഹറാമാണ്, നിഷിദ്ധമാണ്. അതെന്തിന്റെ പേരിലായാലും ശരി. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ചതിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ നമ്മളെ പറ്റിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുർഘടമായ അവസ്ഥയിലേക്ക് നമ്മുടെ തള്ളിയിട്ടുണ്ടാകും. ഒരു മനുഷ്യന്റെ മനസ്സിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും വലിയ ഉപദ്രവം ഒരു വേള ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയെത്ര അധ്യായങ്ങൾ അല്ലേ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ ഹംസത്തുൽ ഖറാറിനെ ഹിന്ദിന്റെ ആഗ്രഹത്തിന് വഴങ്ങി സ്വാതന്ത്ര്യം മുന്നിൽ കണ്ടുകൊണ്ട് അടിമയായ വഹ്ശി സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് അതിന് പ്രതിഫലമായി ഹംസത്തുൽ ഖറാറിനെ ഉഹദിന്റെ രണഭൂമിയിൽ തന്റെ ഉന്നം തെറ്റാത്ത ചാട്ടുളി കൊണ്ട് വീഴ്ത്തിക്കളയണമെന്ന ആ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹിന്റെ എടാപ്പയെ വഹ്ശി എറിഞ്ഞു വീഴ്ത്തി. നമുക്കറിയാം അത് ആവശ്യമുണ്ടായിരുന്നവർ തന്റെ യുദ്ധക്കളത്തിൽ തന്റെ മൃഗത്തിന്റെ പുറത്തു നിന്ന് ആ അമ്പേറ്റ് നിലത്ത് വീഴുന്നതിന്റെ താമസമില്ലാതെ നെഞ്ചകം തുറന്ന് കരള് പുറത്ത് വലിച്ചെടുത്തിട്ട് കടിച്ചു തുപ്പുകയാണ്. തലയോട്ടി പിളർന്നിട്ട് ആ തലയോട്ടിയുടെ തുണ്ടിൽ കള്ളൊഴിച്ചു കുടിക്കുകയാണ്. ഉഹദിന്റെ രണത്തിൽ കലിയിറങ്ങാതെ അവർ ഡാൻസ് കളിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെ അവർ വേദനിപ്പിച്ചത് തെല്ലുമല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ആ വഹ്ശി പ്രവാചകന്റെ മുന്നിൽ കടന്നു വരുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. പറ്റിച്ചതിന്റെ പേരിൽ, ചതിച്ചതിന്റെ പേരിൽ
പാര പണിതിന്റെ പേരിൽ, കാലുവാരിയതിന്റെ പേരിൽ, മണ്ണ് അപഹരിച്ചതിന്റെ പേരിൽ നമുക്ക് പറയാനുള്ള കണക്ക് അങ്ങനെയൊക്കെ പലതും വരും. വെട്ടിച്ചതും തട്ടിച്ചതും പറ്റിച്ചതും. അല്ലാഹുവിന്റെ റസൂലിന് വഹ്ശിയോട് ഉള്ളത് തന്റെ ചോരയെ വികൃതമാക്കിയ ആ മനുഷ്യന്റെ കൊന്ന കടക്കാണ്. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കുമ്പോ റസൂലുള്ള പറയുന്നുണ്ട്, വഹ്ശി, നീ ഒരു മറയും കൂടാതെ എന്റെ കൺവട്ടത്ത് നേർക്ക് നേരെ വന്നിരിക്കല്ല വഹ്ശി. അത് എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്റെ വികൃതമാക്കപ്പെട്ടു പോയ തലയോട്ടിപ്പിളർന്ന് മാറുകീറി കരടുകൾ കടിച്ചു തുപ്പപ്പെട്ട എന്റെ ഹംസയുടെ രൂപം, വികൃതമാക്കപ്പെട്ട രൂപം എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ എന്നെ കാണുമ്പോ കയറി വരുന്നത് കൊണ്ടാണ് വഹ്ശി, നീ എന്റെ കൺവട്ടത്ത് നേർക്ക് നേരെ വന്നു നിൽക്കരുത്, ഒന്ന് മാറി എങ്ങോട്ടെങ്കിലും ഒക്കെ ഇരുന്നാൽ. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യനെന്ന വികാര വിചാരങ്ങളുള്ള റസൂലുള്ളാഹിന്റെ സ്വാഭാവികമായ പ്രതികരണം. വഹ്ശി റസൂലയോട് വന്ന് പറഞ്ഞു, നബിയേ, എല്ലാവർക്കും നിങ്ങൾ പുറത്തു കൊടുത്തു, എല്ലാവരോടും നിങ്ങൾ മാപ്പാക്കി, എന്നെ മാത്രം നിങ്ങൾ എന്നെ തടയുകയാണ്, എന്നെ അവഗണിക്കുകയാണെന്ന് പറഞ്ഞപ്പോ റസൂൽ രണ്ടാമത് പറഞ്ഞു, വഹ്ശി, നിനക്കും വരാം, എന്റെ കൺവട്ടത്ത് തന്നെ വരാം, എന്റെ മുന്നിൽ തന്നെ വന്നിരിക്കാം. നോക്കൂ നിങ്ങൾ, وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل. വളർത്തി വലുതാക്കിയ തന്റെ വാപ്പയോട് ഉള്ള കടമകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരൊറ്റ ആയത്തിന്റെ ഏതാനും വരികളിലൂടെ ഈ ലോകത്തൊരു മനുഷ്യൻ ചേർക്കേണ്ട ബന്ധങ്ങളിൽ ഏറ്റവും മഹനീയമായ ബന്ധത്തെ കുറിച്ച് ഖുർആൻ വിവരിച്ചത്. എന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അവനെ അല്ലാതെ ഒരാളെയും നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന്. അതാണ് അടിസ്ഥാനം. ആ റബ്ബിനല്ലാതെ മറ്റൊരാൾക്കും നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന് നിങ്ങളുടെ റബ്ബ് വിധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിധിയാണ്. അതിനോട് ചേർത്ത് പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിനോട് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നാണ്. ഇതുപോലെ കബീർ എന്ന് പറഞ്ഞാൽ വലുത്. അതുകൊണ്ട് നമ്മളെ ആളുകൾക്ക് കബീർ എന്ന് പേരുണ്ട്. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്. അതുകൊണ്ടാണ് നമ്മള് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത്, അഹ്സൻ ഏറ്റവും നല്ലത്. അതിൽ പ്രത്യേകിച്ചും അവർ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ഒരു മകൻ ഒരു മകൾ അവിടെ റോള് അവിടെയാണ്. അപ്പാക്കും ആരോഗ്യമുള്ളപ്പോ അവർക്ക് ഇച്ഛക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമ്പോ മക്കൾക്ക് വലിയ റോളൊന്നും ഉണ്ടാവില്ല. അപ്പൊ വാപ്പിമ്മി ചെയ്തോളൂ. പക്ഷെ വാപ്പാക്കും ഉമ്മാക്കും അവിടെ ഇച്ഛാനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത, മനസ്സിനനുസരിച്ച് ശരീരം ആ സമയത്ത് അവരുടെ ഒരു മനുഷ്യന് തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കാണുകയോ പറയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്ടമില്ലായ്മയുടെ ഏറ്റവും ചെറിയ പ്രതികരണത്തിന്റെ പേരാണ് എന്ന് പറയുന്നത്. അല്ലെ, എന്നൊരാള് പറഞ്ഞ നമുക്കറിയാം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ നാട് ഇഷ്ടക്കേടിന്റെ താല്പര്യമില്ലായ്മയുടെ ഏറ്റവും നിസ്സാരമായ പ്രതികരണമാകുന്ന എന്ന വാക്ക് പോലും മാതാപിതാക്കൾക്കു നേരെ നിങ്ങൾ ഉപയോഗിക്കരുത്. അത് അതിനുള്ള സ്ഥലമല്ല, അതിനുള്ള ആളുകളല്ല അവർ. നിങ്ങളുടെ ഇഷ്ടക്കേടുകൾ നിങ്ങൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലമല്ല അത്. കാരണം
ഒരുപാട് ഇഷ്ടക്കേടുകൾ അവർക്കുണ്ടായിരുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട് മലർന്നു കിടന്ന് കാഷ്ടിച്ചും മൂത്രിച്ചും ഒരറപ്പും വെറുവെറുമില്ലാതെ അവർ ചേകൾ പറയാതെ നിങ്ങളെ പോറ്റി വളർത്തിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന തണ്ടും തടിയുമുള്ളവരായി നിങ്ങൾ മാറിയത്. അവർ അറപ്പും വെറുപ്പും നിങ്ങളുടെ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന് നിങ്ങൾ ചേർന്ന് പറയരുത്, അവരോട് കാർക്കിച്ച് കയർച്ച് കുരച്ചു ചാടരുത് എന്ന് ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ ശൗര്യവും നിങ്ങളുടെ പൗരുഷവും തീർക്കാനുള്ള ഇടമല്ലത്. വാർദ്ധക്യത്തിന്റെ നിസ്സഹായതകളിൽ തൊലിയും അതുപോലെ തന്നെ ചുളിഞ്ഞ് കൺകുഴികളിലേക്ക് കണ്ണുകൾ ഇറങ്ങി എല്ലിനും പല്ലിനും ബലം ചെയ്യിച്ച് കാതിനും അതുപോലെ തന്നെ ഒന്നും കേൾവിയും കാഴ്ചയൊക്കെ മങ്ങി നിൽക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ അനിഷ്ടങ്ങളും ദേഷ്യങ്ങളും നിങ്ങളുടെ ഒച്ചവെക്കലുകൾക്കുമുള്ള ഇടമല്ലത്. ഇത് പറഞ്ഞു ഖുർആൻ. ഇത് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറഞ്ഞു വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നിങ്ങൾക്ക് വല്ലതും പറയുന്നുണ്ടെങ്കിൽ മാന്യമായി പറയാം. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാന്യമായ സ്നേഹത്തോടെ ആദരവോടെ ബഹുമാനത്തോടുകൂടി നിങ്ങൾ സംസാരിക്കണം. ഓരോ മകളും ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ, റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ, ഇർഹംഹുമാ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ, അവരോട് നീ കാരുണ്യം കാണിക്കണം. ഓരോരോ മകനും ദുആ ചെയ്യണം, ഓരോ മകളും ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പത്തിൽ എന്നെ വളർത്തി വലുതാക്കിയതുപോലെ എന്നോട് കാരുണ്യം കാണിച്ചതുപോലെ ആ മകന്റെ മകളുടെ ബാധ്യത പൂർത്തിയാക്കുകയാണ്. ആലോചിച്ചോളൂ, എന്താണ് പറഞ്ഞത്? എന്റെ കടമ പൂർത്തിയാക്കാൻ വേണ്ടി വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം. കാരണം കുറെ എന്നെ വൃത്തിയാക്കി എന്നെ വെടിപ്പാക്കി കുളിപ്പിച്ച് ഒക്കെ ചെയ്തല്ലേ, പാലൊക്കെ തന്നല്ലേ, ഞാൻ അത് ചെയ്തോളാം. തിരിച്ചത്രക്ക് ഞാൻ ചെയ്യാം. പറ്റൂല, പോരാ. ആ ഉമ്മക്കും ബാപ്പക്കും വേണ്ടി ചെറുപ്പത്തിൽ എന്നോട് കാരുണ്യം അവർ കാണിച്ചതുപോലെ ആ റബ്ബിനോട് അവർക്ക് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി നീ തേടണം. എന്റെ നാവ് കൊണ്ട് തേടണം അല്ലാഹുവിനോട്. അപ്പോഴേ എന്റെ കടമ പൂർത്തീകരിക്കപ്പെടൂ. നോക്കൂ, നിങ്ങൾ നമ്മുടെ അമ്മ വാപ്പ അവിശ്വാസികളാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ എന്താ ചെയ്യാ? തൗഹീദുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ ഈമാനുള്ള ആൾക്കാരല്ല, എങ്കിൽ എന്താ ചെയ്യാ? എങ്കിൽ നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമായിട്ട് നമ്മൾ ഗണിക്കുന്നത് ഒരിക്കലും അങ്ങനെ നിസ്സാരമായ ഒരു കാര്യമായിട്ടല്ല അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതൊന്നും വച്ചിട്ടുള്ളത്. ഇന്ന ശിർക ലദുൽമുൻ അദീം. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ തന്റെ മകനെ വിളിക്കുകയാണ്. വഹുവ യഇദുഹു, ആ ബാപ്പ മകനെ ഉപദേശിക്കുകയാണ്. ലുഖ്മാൻ തന്റെ മകനെ വിളിച്ചു എന്ന് ഖുർആൻ പറഞ്ഞു. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് എന്താണ്? വഹുവ യഇദുഹു, ആ ലുഖ്മാൻ തന്റെ മകനോട് വഅദ് പറയുന്നു എന്നാണ്. വഅദ് കേൾക്കുമ്പോ മുസ്ലിം ഉമ്മത്തിന് പാതിരാത്രികളിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വിശാലമായ മൈതാനിയിലെ ഉസ്താദിന്റെ വഅദാണ് മനസ്സിൽ വരുന്നത്. തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് ഒരു വാപ്പ പറഞ്ഞു കൊടുക്കേണ്ട നിർബന്ധമായ ഉപദേശങ്ങളെയാണ് വിശുദ്ധ ഖുർആൻ വഅദ് എന്ന് പരിചയപ്പെടുത്തിയത്. വഹുവ യഇദുഹു, ആ ലുഖ്മാൻ എന്ന വാപ്പ തന്റെ മകനോട് വഅദ് പറയുകയാണ്. എന്താണ് ആദ്യത്തെ വഅദ്? യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, ഒരിക്കലും നീ അല്ലാഹുവിൽ ശിർക്ക് വെക്കരുത് മോനെ. റബ്ബിൽ ഒന്നിനെയും ശിർക്ക് വെക്കരുത്, ഒന്നിനെയും പങ്കു ചേർക്കരുത്. കാരണം ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും
ഏത് ഭാഷയിലാകട്ടെ പറഞ്ഞു കൊടുത്ത എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? എന്റെ മക്കൾക്ക് ശിർക്ക് എന്താണെന്ന് അറിയാം, അതിന്റെ ഗൗരവം എന്താണെന്ന് അറിയാം. എന്റെ മക്കൾ ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത വിധത്തിൽ ഞാൻ അവരത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറച്ചു പറയാൻ കഴിയുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ശരി, ആ ആയത്തിന്റെ താഴെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാലിക്കേണ്ട വിഷയങ്ങളാണ് പറയുന്നത്. മനുഷ്യർക്ക് നാം വസിയ്യത്ത് നൽകി അവന്റെ മാതാപിതാക്കളോട് ഉള്ള നിലയിൽ വർദ്ധിക്കണം. കാരണം അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത് പ്രയാസങ്ങൾക്ക് മീതെ പ്രയാസം സഹിച്ചുകൊണ്ടാണ്. 2 വർഷം മുലയൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിഷ്കുർലി വലിവാലിദൈക, അല്ലാഹുവായ റബ്ബായ എനിക്ക് ശുക്ർ ചെയ്യണേ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണേ. ഇലയ്യൽ മസീർ, എന്റെ അടുക്കലേക്കാണ് നിങ്ങൾ തിരിച്ചു വരാനുള്ളത്. ഇതൊക്കെ കേട്ട നമ്മൾ എന്താ വിചാരിക്കുക? മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കടമകളെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. സംശയമില്ലല്ലോ. അടുത്ത ആയത്ത് ഈ പറയപ്പെട്ട പ്രയാസങ്ങൾക്കുമീതെ പ്രയാസം സഹിച്ച് കഷ്ടതകൾക്കുമീതെ കഷ്ടത സഹിച്ച് വളർന്നു വലുതാക്കിയ ഉമ്മയും ബാപ്പയും എന്നിൽ ശിർക്ക് വെക്കാനായി നിങ്ങളെ നിർബന്ധിച്ചാൽ, നിങ്ങളുടെ മേൽ ഉമ്മയുടെയും ബാപ്പയുടെയും അധികാരം ഉപയോഗിച്ചാൽ എന്നാണ്. ഉമ്മാന്റെ ബാപ്പാന്റെ ഒരു പവർ ഉണ്ടല്ലോ, ആ പവർ ഉപയോഗിക്കണം അവർ. എന്തിന്? അലാ അൻ തുശ്രിക ബി, റബ്ബിൽ ശിർക്ക് വെക്കാൻ, അല്ലാഹുവിൽ ശിർക്ക് വെക്കാൻ. മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. ഫലാ തുതിഉഹുമാ, ഒരിക്കലും ആ വിഷയത്തിൽ ആ ഉമ്മയെയും ആ വാപ്പയെയും നീ അനുസരിക്കരുത്. ശിർക്ക് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ ഒരിക്കലും നിന്റെ ഉമ്മയെ നിന്റെ വാപ്പയെ നീ അനുസരിക്കരുത്. എന്നിട്ട് പറഞ്ഞ അടുത്ത വാക്കെന്താണെന്നറിയോ? അടുത്ത വാക്കെന്നറിയോ? വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ആ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ ഇഹലോകത്ത് നീ അവരുമായി സഹവസിക്കണേ. വസ്വാഹിബുഹുമാ, നീ അവരുടെ കൂട്ടുകൂടണേ എന്നാണ്, സഹവസിക്കണേ എന്നാണ്, ചേർന്നു ജീവിക്കണേ എന്നാണ്. എങ്ങനെ? ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ, മഅറൂഫാ, ഏറ്റവും നല്ല നിലക്ക് ആ ഉമ്മയുമായി ആ വാപ്പയുമായി നീ സഹവസിക്കണം. ഏത് ഉമ്മാനോടും ഏത് വാപ്പാനോടും അല്ലാഹുവിൽ ശിർക്ക് വെക്കാനായി നിർബന്ധം ചെലുത്തുന്ന, അല്ലാഹുവിൽ ശിർക്ക് വെക്കാൻ സ്വാധീനം ചെലുത്തുന്ന മാതാപിതാക്കൾ, അവരോട് മരണം വരെ ഈ ദുനിയാവിൽ ഏറ്റവും നല്ല നിലക്ക് നീ സഹവസിക്കണമെന്ന വിശുദ്ധ ഖുർആൻ. എന്നിലേക്ക് ഖേദിച്ചു മടങ്ങി അവരുടെ മാർഗ്ഗം നീ പിൻപറ്റണം. കാരണം ശേഷം നിങ്ങളുടെ മടക്കം അത് എന്നിലേക്കാണ്. മടങ്ങി വരുമ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന്. ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിച്ചിരുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നു, നിങ്ങൾ എന്തൊക്കെ അനുഷ്ഠിച്ചിരുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞു തരുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ല ഒരു ജീവിതം നയിക്കാൻ, ബന്ധങ്ങൾ പരിപാലിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങളിൽ നിന്ന് നശിച്ചു പോകുകയാണ്. എത്ര ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ചിലർക്ക് മിനിമം ഒരു 4-5 കേസുകളുണ്ട്. കേസ് എന്ന് വെച്ചാൽ തൊലാഖിന് വേണ്ടിയിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. കേട്ടു നോക്കിയാൽ പറയത്തക്ക അത്ര ഗുരുതരമൊന്നുമല്ലാത്ത കാരണങ്ങൾ.
ശ്രദ്ധല്ല, ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ അങ്ങനെ റൂം അടുക്കി വെക്കുന്നില്ല. ഇങ്ങനെ ഓരോ കാരണങ്ങൾ, ബന്ധങ്ങൾ വേർപ്പെടുത്താനായി നൂറ് കാരണങ്ങൾ തരുന്ന ആളുകൾ യഥാർത്ഥ ജീവിതത്തെ കുറിച്ച് യാതൊരുവിധ ബോധവുമില്ലാത്ത മനുഷ്യർ തലമുറയായി മാറും. എല്ലാ ബന്ധങ്ങളും ഇങ്ങനെ അറ്റുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ എന്തിന്റെ പേരിലാണെങ്കിലും ശരി ആ വാക്ക് അടിവരയിട്ടുകൊണ്ട് നമ്മൾ ശരിക്കും ഓർക്കണം. റസൂൽ പറഞ്ഞ വാക്ക്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹീം, ബന്ധങ്ങൾ മുറിച്ചവൻ, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അത്തരക്കാരുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുകയില്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, രണ്ടാളുകൾ അവർ പിണങ്ങി. ഈ പിണങ്ങണോ? അത്രക്ക് വലിയ തെറ്റ് ചെയ്തോ? പിണങ്ങണം, എനിക്ക് ഇണങ്ങാൻ പറ്റൂല, എനിക്കൊന്ന് പിണങ്ങിയേ പറ്റൂ. ആണോ? 3 ദിവസം വരെ പിണങ്ങിക്കോ. ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ 3 ലയാൽ. 3 ദിവസത്തിന്റെ മീതെ പിണങ്ങാനുള്ള അനുവാദം വന്നിട്ടില്ല. 3 ദിവസം വരെ വേണമെങ്കിൽ പിണങ്ങാം. അത്രക്കും ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ 3 ദിവസം, അതിന്റെ അപ്പുറത്ത് പാടില്ല എന്നാണ്. എന്നിട്ട് പറയാണ് അല്ലാഹുവിന്റെ റസൂൽ, യൽതഖിയാനി, എന്നിട്ട് ഈ 2 പേര് പിണങ്ങി നടക്കുന്ന 2 പേരെ അവർ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്. വിവാഹത്തിന്റെ വേദികളിൽ, ജുമുഅ ഖുതുബകളിൽ, ജമാഅത്തിന്റെ നേരങ്ങളിൽ, ഈദ്ഗാഹുകളിൽ, മരണാനന്തര ചടങ്ങുകളിൽ ഈ മനുഷ്യന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. ഫയഅരിദു ഹാദാ വയഅരിദു ഹാദാ, ഒരുത്തരതാ പിണങ്ങിയിട്ട് ഒരു ഭാഗത്ത് തിരിഞ്ഞു പോകുമ്പോ ഇവനെ കാണുമ്പോ മറുപടിയിലൂടെ മറ്റവരും പിരിഞ്ഞു പോവുകയാണ്. ഓൻ വരുന്നുണ്ടെന്ന് കാണുമ്പോ ഇവ മറ്റേ വഴി കൂടി, ഇവൻ വരുന്നുണ്ടെന്ന് കാണുമ്പോ മറ്റൊന്ന് ആ ഡോറ് കൂടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, വഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം, ഈ 2 കൂട്ടരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവൻ ആദ്യം ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാനുള്ള ഈമാനുള്ളവൻ ആരാണോ അവനാണ് അവരിലെ ഏറ്റവും ഖൈറായവനെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതിനൊരു ഈമാമാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവൻ പോയി അങ്ങോട്ട് ആദ്യമായി സലാം പറയുന്നവനാണെന്നാണ് തുർമുദിയുടെ റിപ്പോർട്ടിലാണ്. അവസാനം ഇങ്ങനെ പിണങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നടന്നു മരിച്ചു പോവുകയാണെങ്കിൽ നരകത്തിലാണെന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിണങ്ങാൻ നമുക്ക് അവകാശമില്ല. പെണ്ണുങ്ങളുടെ അവകാശം നമുക്ക് തന്നിട്ടില്ലതില്ലേ. വേണമെങ്കിൽ 3 ദിവസം വരെ ആകാം, അതിനപ്പുറത്ത് പറ്റൂല എന്നാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് നമ്മളോട് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് ബന്ധങ്ങളാണെങ്കിലും ശരി, വാപ്പയിലും ശരി, ഉമ്മയിലും ശരി, മക്കളായാലും ശരി, ജ്യേഷ്ഠനായാലും ശരി, ആരുമാകട്ടെ, ആ ബന്ധങ്ങളെയൊക്കെ അതുപോലെ തന്നെ കണ്ടുകൊണ്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ബന്ധങ്ങൾ പരിപാലിക്കപ്പെടണം, ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടണം. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ചേർക്കണം, അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കണം, പ്രയാസങ്ങൾ പറഞ്ഞു തീർക്കണം. അങ്ങനെ നമുക്ക് വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടി, വേറെ ആർക്കും വേണ്ടിയിട്ടൊന്നുമല്ല. അതൊരു അടിയറവ് പറയൽ, ഒരു പരാജയമൊന്നല്ല. പകരം നമ്മുടെ പരലോകം രക്ഷപ്പെടുത്താനാണ്, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് എത്താനാണ്, നമ്മുടെ സ്വർഗപ്രവേശനം ഉറപ്പുവരുത്താനാണ്. പിണങ്ങി നമ്മൾ പോയി ശരിയായി, അയാൾ മിണ്ടിയില്ലെങ്കിലോ അയാൾക്ക് പ്രശ്നം, നമ്മൾ രക്ഷപ്പെടും. പഠിച്ചവനോട് പറയാം, പഠിച്ചോനെ ഞാൻ എന്റെ ഭാഗം ഞാൻ ക്ലിയറാക്കിയിട്ടുണ്ട്, ഞാൻ പോയി, ഞാൻ പറഞ്ഞ് ശരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ കഴിച്ചിലാവും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുകയും അത് പരിപാലിക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരം ബന്ധങ്ങൾ പരിപാലിച്ച് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് മരണം വരെ അത് നിലനിർത്താൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
ബന്ധങ്ങൾ മുറിച്ച് അള്ളാഹുവിന്റെ നരകത്തിൽ പെടുന്നവരിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബന്ധങ്ങളോടൊപ്പം ആ ബന്ധങ്ങളെ പരിപാലിച്ച് അവ ദീനിയായി നിലനിർത്തി ആ ബന്ധുക്കളോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ അള്ളാഹു അവരെ സ്വാലിഹീങ്ങളാക്കി തീർക്കുമാറാവട്ടെ. ദുനിയാവിലും നാളെ പരലോകത്തും അവരിലൂടെ അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിൽ അവരെ നമുക്ക് ഇണക്കി തന്നതുപോലെ നാളെ പരലോകത്തും അള്ളാഹു അവരെ നമുക്ക് ഇണക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ രോഗികളായി കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ശിഫയും ശമനവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, ജ്യേഷ്ഠാനിയന്മാർ, നമ്മുടെ സഹധർമ്മിണികൾ, പണ്ഡിതന്മാർ, നേതാക്കൾ അള്ളാഹുവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടങ്ങൾ ജന്നാത്തുൽ ഫിർദൗസിന്റെ പൂന്തോപ്പുകളാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഇണകളോടൊപ്പം, നമ്മുടെ മക്കളോടൊപ്പം അല്ലാഹു ഒരുമിച്ച് ചേരാൻ നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.